ഓടാ ഇവിടെ സാധനം ഉണ്ടായിരുന്നല്ലേ. ഓ ഇതെല്ലാം ഗിഫ്റ്റാണല്ലോ അടുത്ത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. സമയം എത്രയാണെന്നറിയാമോ? അത് സമയം നിങ്ങൾ കണ്ടോ, 2:53 കേട്ടോ. നമ്മൾ ഈ മീൻപിടുത്തക്കാരുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്തൊന്നും ഉറങ്ങാൻ പറ്റില്ല. ഈ കൊല്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ മീനൊന്നും പിടിച്ചിട്ടില്ല. നമ്മുടെ ചെമ്മീൻ കെട്ടിൽ നമ്മൾ മീനൊക്കെ ഇട്ട് ചെമ്മീനൊക്കെ ഇട്ടെങ്കിലും ഉണ്ടല്ലോ, ഈ പ്രാവശ്യം മൊത്തം ചെമ്മീൻ ഉണ്ടല്ലോ, മീൻ കുഞ്ഞുങ്ങൾ ഇടലൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്നൊരു ദിവസം നമ്മൾ രാവിലെ മീൻ പിടിക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു കഷ്ടപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഷ്ടപ്പാടല്ല മീൻ പിടിച്ചാൽ, ഇങ്ങനെ മീൻ പിടിച്ചാലല്ലേ നമ്മുടെ ഇത് മുമ്പിലായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ രാവിലെ ഇതേപോലെയുള്ള സമയത്തൊക്കെ വേണം എണീറ്റിട്ട് മീൻ പിടിക്കാനായിട്ട് പോകാനായിട്ട്. അപ്പോൾ നമ്മളെ ശരിക്കുള്ള മീൻ പിടുത്തം അതാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യണത്. അപ്പോൾ രാവിലെ 2:45 എണീറ്റാണ്. ഇനി നേരെ ചെമ്മീൻ കെട്ടിലായിട്ട് പോകണം. നമ്മുടെ സെബിമാച്ചാനെ വിളിക്കണം. എന്നിട്ട് എന്താ അവിടെ കിടക്കണ വലയൊക്കെ എടുത്ത് വെള്ളത്തിൽ ഇടണം. കുറേ പരിപാടി ഉണ്ട് മച്ചന്മാരെ, ഒരു രക്ഷയില്ല. രാവിലെ പുറത്തോട്ടിറങ്ങിയിട്ടൊരു മനുഷ്യ കുഞ്ഞു പോലും ഇല്ല. റോഡൊക്കെ വെറുതെ വിജനമായി കിടക്കുന്ന സമയമാണ്. നമ്മൾ ശരിക്കും ഈ കൊല്ലം ആദ്യത്തെ പ്രാവശ്യമായിട്ടാണ് ഇത്രയും രാവിലെ മീൻ പിടിക്കാൻ ഇറങ്ങണത്. കഴിഞ്ഞ കൊല്ലമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയം, കഴിഞ്ഞ കൊല്ലമല്ല, നമ്മൾ ചെമ്മീൻ കെട്ട് സ്ഥിരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ എപ്പോഴും ഈ സമയത്തെന്ന് പറയുന്നത് രാത്രി നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാകും, മീൻപിടുത്തം അങ്ങനെയുള്ള ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അന്നേരം അതൊരു ശീലമായിരുന്നല്ലേ. ഇപ്പം പക്ഷേ കുറേ നാളായിട്ട് നല്ല ഉറക്കമൊക്കെ പിടിച്ച് നല്ല സുഖമായിട്ട് കിടക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ടിട്ടൊന്നുമില്ല, ഒരു സുഖക്കേട്. മറ പറ്റി മുമ്പിൽ നിന്ന് ഇതൊക്കെ മുമ്പിൽ റോഡിലെ കിടന്ന് ഉറങ്ങണത്. അവിടെ ഇച്ചിരി വീതിയുള്ള റോഡിൽ സെബി മച്ചാൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടോ? ഇനി ഇവരെ വിളിക്കണമല്ലോ. സ്റ്റീൽ ബോഡിയും കാണിച്ചിട്ടാ സിമച്ചൻ വന്നത്. അവിടേക്ക് എന്നെക്കാളും മടി പിടിച്ചിട്ടാണ് പുള്ളി എറിയുന്നിട്ട് വന്നേക്കണ കേട്ടോ. പുള്ളിക്ക് ഒരു പ്ലാനും ഇല്ലെന്ന് തോന്നുന്നത്. ഇനി അവിടെ കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെ പോകുള്ളൂ തോന്നുന്നത്. നിന്റെ സ്റ്റീൽ ബോഡിയാണല്ലോടാ, നിന്റെ സ്റ്റീൽ ബോഡിയാണല്ലോ നീ എപ്പോഴും കാണിക്കണത് ആളുകളാ. നിന്റെ സ്റ്റീൽ ബോഡിയാണല്ലോ നീ എപ്പോഴും ആളുകളെ കാണിക്കണത്. മീനെ കിട്ടിയിട്ട് രക്ഷയില്ല, പിന്നെ വീഡിയോ എങ്ങനെ പിടിക്കുന്നത്. ശരി ഇവിടെ നല്ല വേനയുടെ കാലി, രക്ഷയില്ല. ഇതും കൂടെ കാണിക്കണം, അല്ലാണ്ട് കാല് വേലയിൽ കാണിച്ചില്ലെങ്കിലേ. അതെ കണ്ട, നമ്മളിങ്ങനെ രാവിലെ ഈ ഇതുപോലത്തെ സ്ഥലത്തേക്ക് കൂടി വേണം നമ്മൾ നടന്ന് നമ്മുടെ ചെമ്മീൻ കെട്ടിൽ ചെല്ലാനായിട്ട്. അപ്പോൾ സാധാരണ നമ്മൾ കഴിഞ്ഞ കൊല്ലം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചെമ്മീൻ കെട്ടിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഈ കൊല്ലം നമ്മൾ ചെമ്മീൻ കെട്ടിലായിട്ട് തിരിഞ്ഞ് നോക്കിയിട്ടില്ല. നല്ല കൂരിട്ടാണ് സംഭവം. വേണ്ടത് തോടെത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇതേപോലത്തെ പാലം കയറണം. മൂക്കിലെന്താണ് വന്ന് കയറി. ആര് മീനെല്ലാം പൊക്കത്താണെന്ന് തോന്നുന്ന ലക്ഷണം കണ്ടിട്ട് ഞാനൊരു താരം വീശിയ പോലെ തോന്നിയത്. ഓ മൈ ഗോഡ്, സീനായിട്ട് വേണ പൊക്കത്താനല്ലടല്ല. എല്ലാവരും പൊക്കത്തുണ്ടോ? ഒയ്യോ, അവിടെ എല്ലാം പൊങ്ങിക്കലാണ്. നമ്മൾ വന്നപ്പോൾ ഉണ്ടല്ലോ മീനുകളൊക്കെ ഏറെടുക്കാനായിട്ട് പൊക്കത്ത് വന്നിരിക്കണം. അതിനർത്ഥം ഇന്ന് രാവിലെ ഇവിടെ സീനായിരിക്കും. അയ്യോ അടിച്ച എന്ത് സാധനം പൊങ്ങിക്കണത് അടിക്കണ്ടല്ലേ. ഞാൻ ഇന്നലെ വന്നപ്പോൾ ഇവിടെ വന്ന് ഇപ്പം വാതിക്കെ കുറച്ച് മീനുണ്ടായിരുന്നു. ഇതേപോലെ രാവിലെ ആയിരുന്നു. ഞാനപ്പോൾ ഇവൻ്റെ ചോദിച്ചു വീശി പിടിക്കണമെന്ന്. പിന്നെ ഞാൻ മണ്ടനെ എടുത്തില്ല. ഞാൻ പിന്നെ ഒറ്റക്കായതുകൊണ്ട് പിന്നെ ഇന്നലെയാണ് ഇന്നലെയല്ല ഇന്നലെ വന്നിട്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഇതേപോലെ കാക്ക നീ വന്നിട്ടില്ല. നീ വന്നതിൻ്റെ അന്ന് രാവിലെ ആ അത് തന്നെ. ശരിക്കും ഉണ്ടല്ലോ നമ്മൾ ഈ വല എന്ന് പറഞ്ഞാൽ നമ്മൾ നീട്ട് വലയില്ലേ ഈ കിടക്കുന്നതാണ്.
അയ്യോ ഇതിങ്ങനെ അളിഞ്ഞ് കിടക്കണേണ. ഇത് നീട്ടാൻ ഞാൻ ഭാഗ്യമായി പോയി. കാര്യം ഇതിന് ക്ലിയർ ചെയ്തിട്ട് നമ്മൾ രാവിലെ ഇതിൻ്റെ വാതിക്ക് സൈഡിലൊക്കെ നീട്ടാന്ന് പറഞ്ഞാൽ നമ്മൾ നീട്ടിയിട്ടിട്ട് പിന്നെ നമ്മൾ മീനെടുക്കും. അതാണ് നമ്മുടെ സാധാരണ മീൻ പിടുത്തം എപ്പോഴും ചെയ്യണം കേട്ടോ. അപ്പോൾ അതായിരുന്നു പ്ലാനിട്ട് വന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രശ്നമുണ്ടല്ലോ, മറ്റേ ഓക്സിജൻ കിട്ടാണ്ട് മീനുകൾ ഇങ്ങനെ പൊങ്ങി നിൽക്കണത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നത്തിൻ്റെ ലക്ഷണത്തിലാണ് ഇപ്പോൾ നിൽക്കണത് കണ്ടിട്ട്. കാര്യം മീനുകളൊക്കെ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇവൻ്റെ തുമ്മൽ കേട്ടിട്ടാണ് മീനുകൾ ഇപ്പോൾ ഈ പൊങ്ങി വന്ന മീനുകൾ ആടിയിലായിട്ട് തിരിച്ചു പോകണത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷനാണ് നിൽക്കണത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ വലയെടുത്തിട്ട് വീശിയാൽ മതി. വീശി കഴിഞ്ഞാൽ മീനെ കിട്ടും. പിന്നെ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് ഇന്നത്തെ ലക്ഷണം കണ്ടിട്ട് നല്ല രീതിയിൽ മീൻ പൊങ്ങുമെന്ന് തോന്നണല്ലേ സിബി? നല്ല രീതിയിൽ മീൻ അതിനെ പൊങ്ങിയിട്ടുണ്ട്. അപ്പം അവന്മാരെ ശരിക്കും മീനുകളെ താഴ്ത്തിയാൽ ഇല്ലെങ്കിലുള്ള കൊക്കും പരുന്ത് പണ്ടാരം മുഴുവൻ എല്ലാം കൂടി വന്നിട്ട് വല്ലാത്ത സീൻ ക്രിയേറ്റ് ചെയ്യും. ഈ സൈഡിലൊക്കെ മീൻ പൊങ്ങിക്കൊണ്ടിരിക്കണേ. സംഭവം വല നീട്ടണ പരിപാടി ഉണ്ടല്ലോ, അത് നമ്മൾ ഒഴിവാക്കിയിട്ടും പിന്നെ നമ്മൾ കുറച്ച് നേരം ഇവിടെ കുത്തിയിരുന്ന് ഉറങ്ങി കേട്ടോ. കുത്തിയിരുന്ന് അതിനകത്തൊക്കെ കയറി കിടന്ന് ഉറങ്ങി. സംഭവം കൊതുകൊക്കെ കുറച്ചുണ്ടെന്നാലും കുഴപ്പമില്ല. കൊതുതിരി കതിച്ചപ്പോൾ നേരം വെളുത്ത് വന്നിട്ടുണ്ട്. നേരം വെളുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നതും വേണ്ടല്ല, നേരം വെളുത്ത കാര്യം കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവില്ല. അപ്പോൾ നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ ഇനി നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ ഇവിടെ മീനുകളൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽപ്പുണ്ട്. വല വീശാനാണ് പ്ലാൻ കേട്ടോ. അപ്പം സെബി ആദ്യത്തെ വലത് ഇവിടെ തന്നെ ഒരെണ്ണം കൊടുക്കാൻ വാ. എടാ ഇത് നീ കല്യാണത്തിന് ബനിയനൊക്കെ ഇരുന്നാലോ വന്നേക്കണത്. സാധാരണ ഇവൻ വന്നത് എപ്പോഴും വന്നത് ഉണ്ടല്ലോ, നേരത്തെ വന്നില്ലേ, അതുപോലെയാണ് ഇവന് എല്ലാ ദിവസവും വന്നത് ഇവിടെ. പക്ഷേ ഇന്നിപ്പോൾ രാവിലെ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് കണ്ടപ്പോൾ സെബി നല്ല ബനിയനും നല്ല നിക്കറൊക്കെ ആയിട്ട് സെറ്റായിട്ടാണ് വന്നേക്കണത്. എടാ സെബി ഇവിടെ തന്നെ കൊടുക്കണം. വെള്ളം പിടിക്കണം അങ്ങോട്ട്. നീ അല്ലേടാ തീയാടാ ഡബ് കയറിയിട്ട് ഒരു പണിയോടോ, അല്ലെങ്കിൽ നീളം എന്തായി പോയില്ലേ? അത് കണ്ട പതിക്കാന്ന് കയറിട്ടെ ഇനി പോവുമാർ പഞ്ച് ഞാൻ പിടിച്ചേക്കാം. പിടിക്കണം. അവിടെ കൊടുക്കുക. അടുത്ത നമുക്ക് വള്ളത്തിൽ കയറി അടിക്കാം എന്തായാലും. കണ്ട സേബി വെച്ചെൻ്റെ വീശെന്ന് പറഞ്ഞുണ്ടല്ലേ, ഒരു രക്ഷയില്ലാത്ത വീശാണ്. നീട്ടി അടിച്ചിട്ടുണ്ട് അങ്ങോട്ട്. ഉണ്ടോടാ വള്ളം പിടിക്കണം അല്ലേ? കിട്ടിനോടാ? ഉണ്ടോടാ? ഇല്ലേ? കുളിച്ച ഒരു വിലോപ്പിയ ചാടിക്ക് മേളി വന്നിട്ടുള്ളൂ. ചെറിയ സൈസാ, നാടനാണല്ലേ അല്ല? ഈ നാടനെല്ലാം പൊങ്ങി നിൽക്കണത് മറ്റേമാരി ഇല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി കേട്ടോ. നശിപ്പിക്കും. എൻ്റെ തലവരെ അടിച്ച് കയറ്റിയവന്മാർ. എല്ലാം നാടൻ തിലോപ്പിയാണ് വീശിയേക്കണത്. ശരിക്കും നമ്മളിതിനകത്ത് ഈ നാടൻ തിലോപ്പി എന്ന് പറയുന്നത്, തിലോപ്പി എന്നൊക്കെ പറയണത് നമ്മൾ ഇട്ട് വളർത്തുന്ന തിലോപ്പി അല്ല കേട്ടോ. നമ്മൾ നോർമലി ഇതിനകത്ത് നമ്മുടെ ചെമ്മീൻ കെട്ടി കയറി കിടക്കും, നമ്മളവന്മാർ വീശിയെടുക്കും. അപ്പുറത്തല്ലേ ഇരിക്കണ്ട, നിനക്ക് ഇവിടെ അവിടെ വീശോ നീ. ഇനി 1 മണിക്കൂറിനുള്ളിൽ ഉണ്ടല്ലോ നമുക്ക് മീൻ പിടിച്ചിട്ട് കയറണം. കാര്യം മാർക്കറ്റിൽ കൊടുക്കേണ്ട സമയമാണ്. 1 മണിക്കൂറിനുള്ളിൽ മീനെ പിടിക്കണം. അപ്പോൾ പട്ടേന്നും പറഞ്ഞ് 5-6 വല വീശും നമ്മൾ. കുറ്റി വല്ലതും ഉണ്ടാ? കുറ്റിമയുടെ പുറത്ത് ആ ഒരു സ്ഥലം കണ്ടിട്ട് എന്തോ മരക്കുറ്റിയുള്ള സ്ഥലം പോലെ ഉണ്ട്. എൻ്റെ കയ്യിൽ വെള്ളം നിൽക്കണില്ല കേട്ടാ. എന്താത്ത കൈ ഞാൻ മൊബൈലിൽ പിടിച്ചിട്ടുണ്ടല്ലേ. കണ്ട മീൻ തന്നെ കണ്ട. അത് പിന്നടുത്ത മീൻ നാടൻ തിലോപ്പി തന്നെ എന്നെ ഇത്രയും. ഒരു ഗിഫ്റ്റിനെങ്കിലും വീശിയാ നമ്മൾ. അത് ഗിഫ്റ്റാണോ ടോപ്പിക്കണ? ആണടാ.
മറ്റേണ്ടല്ല ആ വള്ളിപ്പൂമിന് അന്നിട്ട് എനിക്ക് തോന്നുന്നു ചത്തുപോയിന്ന് പറഞ്ഞിട്ടല്ല അല്ല നമ്മൾ പിടിച്ചില്ലേ അന്ന് അതേന്നല്ല ഒറ്റ കാണാനില്ല സംഭവം ചത്തിട്ടുണ്ട്. അതെന്തായാലും ഉപകാരമായി. മീന് പ്രാന്താണ് കേട്ടോ. ചെറുതന്നെ വിട്ടോ, ആ വലുതൊരെണ്ണം കിടപ്പുണ്ടതിനപ്പുറത്ത്. ഒരു വലുത് അപ്പുറത്ത് കിടക്കണടാ, നിന്റെ കാലിലേക്ക് കിടക്കാൻ. ഇനി ഉണ്ടായിരുന്ന ചെറുത് ആ ഇനി വേണേ കൊടുത്തു. നന്ദനല്ലേ ചെമ്മീനല്ലേ അത്? ചെമ്മീനല്ലേടാ നിനക്ക് നന്ദനായിട്ടാവുന്ന ചെമ്മീനാ? അതാ ഞാൻ പറഞ്ഞ, ഞങ്ങൾ അന്ന് കണ്ടതാ ഈ ടൈപ്പ് സാധനം ഇവിടെ നടക്കണം. ആ കൊട്ടിക്ക് അപ്പം ആ വലിച്ച് കരയെ കയറ്റി. ഓ നല്ല ചെമ്പിനാണ്ട് കിടന്ന് വീനകത്ത് ഇച്ചിട്ട് വലിപ്പം അടിച്ച് എടുക്കാറുന്നല്ലേ നമുക്ക്. ഓ വലിയ പണിയാ പോവൂലേ, ചെറിയ കണ്ണിയോ ആണ്. ശരിയാ. അയ്യോ ചെമ്മിനായിട്ട് വീശണ്ട കേട്ടാ. അല്ല അതെടുക്കില്ല, ലാസ്റ്റ് ഇപ്പോൾ ഞാൻ കറക്കൊണ്ടിരിക്കണം, കുഴപ്പമില്ല. ഞാൻ ഒരു കരിമീൻ കുരുക്കിട്ടിട്ടുണ്ട് കേട്ടോ. നോക്കി കരിമീനെ ശരിക്കും നമ്മൾ കരിമീൻ കിട്ടിയാലും അടിപൊളി. പക്ഷേ കരിമീൻ എന്തോ നമ്മുടെ വല്ലിൽ പെടണില്ല. ഈ നമ്മളിപ്പോൾ വീശിക്കൊണ്ടിരിക്കുന്നത് മുഴുവൻ ഈ സാധനമാണ് കേട്ടോ. എന്ന് വെച്ചിട്ട് ഈ ചെമ്മീൻ കെട്ടിൽ ഈ സാധനം മാത്രമേ ഉള്ളെന്ന് വിചാരിക്കരുത്, പല സാധനങ്ങളും ഉണ്ട്. പക്ഷെ നമുക്ക് കിട്ടുന്നത് അതാണ്. കണ്ടോ, ഇതാണ് ചെമ്മീൻ്റെ കുഞ്ഞുങ്ങൾ. നാരൻ ചെമ്മീനാണ് കേട്ടോ. കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ തീരെ ചെറിയ കുഞ്ഞുങ്ങളല്ല, സംഭവം ഇച്ചിരിയൊക്കെ വലുതായിക്കൊണ്ടിരിക്കണം. അടുത്ത പ്രാവശ്യമാണ് ഇതുപോലെ പൊങ്ങി നമ്മുടെ മുമ്പിൽ വന്നെങ്കിൽ നമ്മളെല്ലാത്തിനെയും വീശി കരയിലിടും. ആ സൈഡിൽ ഉണ്ടല്ല, നമ്മൾ പോന്നു കഴിഞ്ഞപ്പോൾ എല്ലാം കൂടി അപ്പുറത്ത് നിന്ന് പറന്ന് എങ്ങോട്ട് വന്നു. എങ്ങോട്ട് പിടിക്കണോടാ? എങ്ങോട്ട് പിടിക്കണം? അതിൻ്റെ ഇടയ്ക്ക് ഒരു കണ്ണി വന്ന് കയറിയിട്ടുണ്ട്. ഒരു ഒറ്റ കുത്ത് വിനിട്ട് കൊടുക്കാം. പറ്റലിൽ കുറ്റിയുണ്ട് കേട്ടോ, ഇറങ്ങേണ്ടി വരും. ആ അവിടെ വലിയ കുഴപ്പമുണ്ടായില്ല കേട്ടോ. എല്ലാ പരുന്തും കൂടി ഉണ്ടല്ലോ, നമ്മൾ എത്ര ഓടിച്ചാലും ഈ പരുന്ത് മാത്രം പോയല്ല. എല്ലാം ഈ തെങ്ങുമേലൊക്കെ നിൽക്കണണ്ട. എന്താണോ ചെളിയാ? എൻ്റെ കയ്യിൽ നിന്ന് പോയി വെള്ളം, എൻ്റെ കയ്യിൽ നിന്ന് വെള്ളം പോയി. ആ പുറകിൽ വിടാം, ഞാൻ വെയിറ്റ് ചെയ്യും. ഭയങ്കര ചെളിയാ, ഞാനെന്ത് ചെയ്യണം? ആ പിടിച്ചു. എടാ എന്ത് ചെളിയാടാ ഇത്? നമ്മൾ വീശാണ്ട് ആയതുകൊണ്ടാണ്. അതൊന്ന് ഗിഫ്റ്റ് ഉണ്ടല്ലേ? ഓടാ ഇവിടെ സാധനം ഉണ്ടായിരുന്നല്ലേ? ഓ ഇതെല്ലാം ഗിഫ്റ്റാണല്ലോ അടുത്ത്. വാവ്, അങ്ങനെ അവസാനം നമ്മളുണ്ടല്ലോ, ഇവന്മാരെ നമ്മൾ ഇട്ട മീനാണ് കേട്ടോ. ഈ ഗിഫ്റ്റ് തിലോപ്പിനെ നമ്മൾ ഇട്ടതാണ്. പക്ഷേ ഇട്ടൽ മാത്രമല്ല, ഇതേപോലെ നമ്മുടെ ഈ ചെമ്മീൻ കെട്ടിൽ കുറേ സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. നമ്മൾ ചെമ്മീൻ ഇട്ടിട്ടുണ്ട്, തിരുതിട്ടില്ലടാ, തിരുത ഇട്ടിട്ടുണ്ട്, കുറ്റിപ്പൂമീൻ ഇട്ടിട്ടുണ്ട്, പിന്നെ ചെമ്മീൻ സാധാരണ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞണ്ടൊക്കെ, ഞണ്ടിനൊന്നും കാണാൻ പോലും, ഞണ്ടൊന്നും പിന്നെ അധികം ഇട്ടില്ല. ഇവന്മാർക്ക് പേടിയായി കാരണം പിന്നെ ഇറങ്ങാൻ പറ്റില്ലല്ലോ. ഇറങ്ങിയ ഇവന്മാർ കടിക്കുമെന്ന് ഓർത്തിട്ട് പിന്നെ അധികമൊന്നും ഇട്ടില്ല. പക്ഷേ ഉണ്ടല്ലോ, ഇവന്മാരെ ഒന്നിനെ നമ്മൾ ഈ പ്രാവശ്യം പിടിച്ചിട്ടില്ല. ആകപ്പാടെ പിടിച്ചത് നമ്മൾ ഇതുവരെ ഇടാത്ത നമ്മുടെ സ്വന്തം സാധാരണ തിലോപ്പി, നാടൻ തിലോപ്പിനെ നമ്മൾ ഇച്ചിരിയൊക്കെ പിടിച്ചിട്ടുണ്ട്. അവന്മാരെ നമ്മളെ സഹായിക്കുന്നുള്ളൂ. ബാക്കി ഇട്ട സാധനങ്ങൾ ഒന്നും കാണാനില്ല. ഈ നാരഞ്ചമ്മ പോവാനായാ സമയമായി. ഒരു വില കൂടി ആ സൈഡിൽ കൂടി കൊടുക്കുക, എന്നിട്ട് പോവാം. ആ സൈഡിൽ നമ്മൾ വീശിയിട്ടില്ലല്ലോ. വീശിയായിരുന്ന ആ അപ്പം ഈ നമ്മൾ ഇടണ ഈ ചെമ്മീനെയൊക്കെ നമ്മൾ ഈ ഒരു വലിപ്പം വരെ ഇപ്പം പൊങ്ങി നടക്കുന്ന ഒരു വലിപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തന്നില്ലേ, ചെറിയ വലിപ്പം. ആ ഒരു വലിപ്പം വരെയൊക്കെ നമ്മൾ കാണും. അത് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഒന്നെങ്കിൽ പരുന്ന് പിടിച്ചുകൊണ്ട് പോവും, അല്ലെങ്കിൽ കൊക്ക് പിടിച്ചുകൊണ്ട് പോവും. എന്തായാലും നമുക്ക് പിടിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ ഞങ്ങൾ ഇതിനകത്ത് വേറെ എന്തിനായിട്ടാണ് നമ്മുടെ ചെമ്മീൻ നമ്മളിന്ന് എന്ത് കുഞ്ഞുങ്ങളെ നമ്മൾ തിരുതല്ല, കുറ്റിപ്പൂമീനല്ലേ? കുറ്റിപ്പൂമീൻ്റെ കുഞ്ഞല്ലേ ഇന്ന് ഇടണ? ആ എനിക്കറിയാമല്ലേ, വേറെ ഒരുത്തനുണ്ട് ഞങ്ങളുടെ കൂടെ, അവൻ ആണ് തീരുമാനിക്കുന്നത്. ആ സാമാനം ഇടും, ഈ സാമാനം ഇടും. എന്നിട്ട് ആ ലെവലിൽ അതിന് നമ്മളിത് കാണാനും ഇല്ല ഇവിടെ. നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് അവൻ അല്ല സെബി. എന്നിട്ട് അവൻ വലിയ ആളാണെന്ന് പറഞ്ഞ് നടക്കുകയും ചെയ്യേണ്ടത്. കാണിച്ച് കരയിച്ച് കഴിയുമ്പോൾ വരും. നമ്മൾ വീശി കരയെ കയറ്റി കഴിയുമ്പോൾ വന്നിട്ട് അയ്യോ ഇതാണോ കുന്തോന്ന് ചോദിക്കും. എൻ്റെ എവിടെ എൻ്റെ കയ്യിൽ നിന്ന് പോകണ്ട ഇത്രയും ചേറായുടെ സാധനത്തിൽ ആ പിടിച്ചോ, വലിച്ചു കയറ്റിക്കോ. ഞാൻ ഒരു കണക്കിന് പിടിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ മോനെ
ഒരു രക്ഷയില്ലട്ടോ. ഇത് നമ്മൾ ഈ സൈഡ് വീശിയിട്ടില്ല കുറേ നാളായിട്ട്. അതുകൊണ്ട് എന്താ സംഭവം വെച്ചാൽ ചെളി ഇങ്ങനെ അടിഞ്ഞ് കിടക്കണ, വല വലിച്ചിട്ട് കയറ്റാൻ പറ്റണില്ല. പക്ഷേ ഉണ്ടല്ല ഇവിടെ എനിക്ക് തോന്നുന്ന ഗിഫ്റ്റ് എല്ലാം കൂടി വന്നിട്ടുണ്ടല്ലേടാ. ഇത് കൊള്ളാം. ഒരു വില കൂടി കൊടുക്കാം. ഇവിടെ നിന്നിട്ട് ഇങ്ങനെ വിലോപ്പി കിടക്കണേ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ചെമ്മീൻ കെട്ടൊക്കെ ആയിരുന്നല്ല, കഴിഞ്ഞല്ലല്ലോ ചെമ്മീൻ, നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ വീശിയല്ല. ഞാൻ അപ്പുറത്തെ ചെമ്മീൻ കെട്ടിലായിരുന്ന ഇത് നമ്മുടെ പഴയ ചെമ്മീൻ കെട്ടിലായിരുന്നപ്പോൾ ഞാനും ചെമ്മീൻ വെച്ചാലും കൂടി ഉണ്ടല്ലോ സ്ഥിരമായിട്ട് ഇങ്ങനെ രാവിലെ എഴുന്നേറ്റിട്ട് വീശാൻ പോകും. അപ്പോൾ നമ്മുടെ മാടത്തിൽ തന്നെ കിടക്കുമായിരുന്നു. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് ചെമ്മീൻ കെട്ട് മുഴുവൻ നടന്ന് വീശി വെറുതെ രസത്തിന് അന്നൊരു രസമായിരുന്നു. ഇന്നിപ്പോൾ കുറേ നാളായിട്ട് അങ്ങനെയൊന്നും ചെയ്യാത്തത് കൊണ്ടേ ഇന്നിത്തോട്ട് ആ രസമൊന്ന് ശീലിക്കണം. ഞങ്ങൾ പിന്നെ കണ്ട വള്ളത്തിൽ വീശണതിൻ്റെ ഉസ്താദുക്കളാ ഇതിനകത്ത്. വെള്ളത്തിൽ നീന്തി വീശ. അതെ സാജന ഉണ്ടാച്ചെങ്കിൽ ഉണ്ടല്ല, അവന് വെള്ളത്തിൽ കൂടി നീന്തി നടന്ന് വീശണതാ ഇഷ്ടം. എന്നിട്ട് അവൻ വള്ളം തള്ളിക്കൊണ്ട് കിടക്കും. ഞങ്ങളങ്ങനെയല്ല, ഞങ്ങൾ പ്രൊഫഷണൽ വീശുകാരായതുകൊണ്ടിട്ട് ഞങ്ങൾ ഈ വള്ളത്തിൽ ഇങ്ങനെ നടന്നല്ല വള്ളം ഇങ്ങനെ കുത്തിക്കൊണ്ട് കിടന്ന് പിടിക്കും. നമ്മൾ അടുത്ത ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആ കൊക്കിനെ നീ വീശി എടുക്കണതോടെ നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാൻ പോണേ കേട്ടാ. കണ്ടല്ലേ ആ സൈസ് സാധനത്തിനെ വീശി എടുത്തിട്ട് തന്നെ കാര്യമെന്ന്. ഇവിടെ നമ്മൾ ആ സമയത്ത് ഉണ്ടല്ലേ, നമ്മൾ അബദ്ധത്തിൽ മീനെ വീശിയപ്പോൾ കിട്ടിയതെന്ന് പറഞ്ഞാൽ പോരെ. നമ്മുടെ സുഹൃത്തിൻ്റെ ചെമ്മീൻ കിട്ടാനാണ് അപ്പുറത്തത്. അതിനകത്ത് ഈ കൊക്കിനെല്ലാം ഓടിച്ചെന്ത് ചെയ്യുന്നറിയാം, അവനെ നമ്മളിനകത്ത് ഇട്ടേക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഓടിച്ച് അപ്പുറത്തായിട്ട് വിടും. അതേ സംഭവം കണ്ട് ഇറങ്ങി പിടിക്കണടാ ഈ അലവലാദികൾ. കൊക്കൊക്കെ സാധാരണ അരികിൽ വന്നിരുന്നിട്ടാ തിന്നണത് കേട്ടോ. ഇതങ്ങനെയല്ല. ഈ സമയത്ത് എന്ത് ചെയ്യുന്നറിയോ, മറ്റേ ഈ പരുന്ത് പിടിക്കണത് പോലെ പരുന്തിനെ കണ്ട് പഠിച്ച് ഇവന്മാരെ എങ്ങനെയാണ് പിടിക്കേണ്ടതെന്ന്. എന്നിട്ട് ഇങ്ങനെ പരുന്ത് പിടിക്കണ പോലെ പറന്ന് നടന്ന് പിടിക്കും. പരുന്തിനൊക്കെ ഒരു പേടിയുമില്ലാത്ത ജീവികളായി മാറിയേക്കണേ. നമ്മുടെ ശരിക്കുള്ള പണ്ടത്തെ സ്വഭാവം ഇവന്മാർക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടാണ്, അത് വേറെ കാര്യം. പോട്ടെ, ജീവിച്ചു പോട്ടെ അല്ലേടാ ദേവി? അതെ, അവന്മാർക്കും ജീവിക്കണ്ടേ. നമ്മുടെ ഈ വീശലിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കേട്ടാ പാടിക്കും. ബാലൻസ് പാടാ സെബി, നീ ബാലൻസ് പാട്. സെബിയുടെ ഒരു ലോഡ് പാട്ടുകൾ കേട്ടിട്ടുണ്ടായിരിക്കും നമ്മൾ സാധാരണ ഈ വീശൽ അവസാനിപ്പിക്കുന്നത് കേട്ടോ. പക്ഷേ ഇന്ന് ക്യാമറ ഓൺ ചെയ്ത് വെച്ചത് കൊണ്ടാണ്, അതിന് മൂഡ് മോശമായത് കൊണ്ടാണെന്ന് അറിയാൻ പാടില്ല, പാട്ട് വളരെ കുറവായിരുന്നു. ഞങ്ങൾ 3 മണിക്ക് വന്നതാണ്. ഞങ്ങൾക്കൊരു കണക്കുണ്ട്, ഞങ്ങൾ അത്രയും മീനെ പിടിക്കും. നിന്നെപ്പോലെ മറ്റേ വെറുതെ കിടന്നിരിക്കണ ആൾക്കാരല്ല ഞങ്ങൾ. കരിമീൻ കിട്ടിയില്ല, അത് സത്യമുള്ള കാര്യം. അല്ല, അത് നാളെ പിടിക്കാം. പക്ഷെ കണ്ണീനെ കിട്ടിയില്ല നമുക്ക്. മുതലാളി പറ, മുതലാളി എന്തെങ്കിലും. ഞാനത് പറഞ്ഞു. അതിന് തിരിയാൻ പോണേല്ലേ ഞങ്ങള്. അതെവിടെ? അത് ഞാനല്ല ഏട്ടാ, അത് ഞാനല്ല ഉത്തരവാദി, അത് ഇവനാണ് അതിന്റെ ഉത്തരവാദി. അതിനെടുത്തേ വിടണേം തീർക്കാൻ അതിന് കോപ്പ്. അതിനൊന്നും കുഴപ്പമില്ല, അത് ചത്ത് ഇതായി കിടക്കണല്ലേ. ഇനി അതിനെ വിട്ടിട്ട് എന്താ എടുക്കാനാ? ഞങ്ങൾ നിസ്സാരമായിട്ട് വീശിയെടുത്ത മീനെ കണ്ട. ഇതാണ് നമ്മുടെ ഒരു വീശല് രാവിലത്തെ. രാവിലെ വന്നിട്ട് തള്ളിപ്പ് കാണുമ്പോൾ എനിക്ക് സത്യമായിട്ട് വരച്ചിരിക്കണം. ഞാൻ നാളെ വൈകില്ലട്ടോ. അപ്പൊ ഇതാണ് കുറെ നാള് കൂടിയിട്ടുള്ള നമ്മുടെ ഒരു മീൻ പിടുത്തം കേട്ടോ. അപ്പൊ ഇനിയിപ്പോ നേരെ ഈ ലൊണ്ണം കൊണ്ടുവന്ന് മാർക്കറ്റിൽ കൊണ്ടേ കൊടുക്കും. ഇവനെ ഞങ്ങള് ഇവരെ മാർക്കറ്റിൽ കൊണ്ടുപോകാൻ വേണ്ടി മാത്രം നിർത്തിയേക്കണേ.
അപ്പം നമ്മളെ ഈ പ്രാവശ്യം ശരിക്കും മീൻപിടുത്തമൊന്നും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ പറഞ്ഞു തോന്നുന്നത് ഈ കുറേ പ്രശ്നങ്ങൾ. കാര്യം ഒന്നാമത്തെ കാര്യം, നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മളിതിനകത്ത് വെള്ളം പറ്റിച്ച് ചെമ്മീൻ കിട്ടും. അതുകൊണ്ട് തന്നെ മീനുകൾ ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു കൊല്ലം മീനുകൾ അതിനകത്ത് കിടന്നിങ്ങനെ പെരുകാൻ വേണ്ടിയിട്ട് കരിമീനുകളൊക്കെ അങ്ങനെ പിടിച്ച് തീർത്ത് കഴിഞ്ഞാൽ പിന്നെയുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ കൊല്ലം നമ്മൾ മീനുകൾക്ക് വളരാൻ വിട്ട വർഷമായിരുന്നു. ഇനിയിപ്പോൾ ഇപ്പോൾ അതുകൊണ്ടിട്ട് തന്നെയാണ് ഈ തിലോപ്പിയൊക്കെ ഇപ്പോൾ നമ്മളൊരു വലക്ക് വീശുമ്പോൾ അത്രയും തിലോപ്പിയൊക്കെ കിട്ടുന്നത്. അപ്പോൾ അതുപോലെ കരിമീനും കൂടി ഒന്ന് റെഡിയായി വരണം. എന്നിട്ടൊക്കെയാണ് നമ്മുടെ ശരിക്കുള്ള മീൻ പിടുത്തം. ടാറ്റ.